എൻ്റെ കൂടെ ഇരിക്കുന്നത് റിഫ കേസിലെ മെഹനാസ് എന്ന് പറയുന്ന പ്രതിയെ രണ്ടാമത് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയാണ് സഫ. അത് കലക്കി. അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവാ? അതെ, യുദ്ധം തുടങ്ങാൻ പോവാ. ഞാൻ അറിഞ്ഞപ്പോ മെഹനാസ് നല്ല പോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. ഓ, ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ് അശൂലം. ഈ ടോയ്ലറ്റിലൊക്കെ ഒളിപ്പിച്ചു വെക്കും. ഈ കുപ്പിയിലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിന്റെ, ആ ഒരു സാധനത്തിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ സ്ഥിരം മദ്യപിക്കാറേ ഇല്ല. വർഷത്തിൽ 2 പ്രാവശ്യം, മഴ ഉള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും. ഇപ്പൊ ഞാൻ മാനുവിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും അവിടെ നിന്ന് കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗർഭിണിയായപ്പോ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്മെല്ല് പറ്റുന്നില്ല എന്ന്. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റുമോ? മണമേ കൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുമല്ലോ. കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് അയാൾ. കുറച്ച് പൊടി പോലെ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ചീത്ത പറയാറ്. ഒരു വട്ടം ഞാൻ ഇതുപോലെ എന്തോ കണ്ടിട്ട് ഞാൻ കളഞ്ഞു. ഇവൻ മഹാ തെണ്ടി തന്നെ. എന്തോ പൊടി, ഒരു ആഷ് കളറ്, കുറച്ച് മീൻസ് ഈ പൊടിച്ചിടണ ഒരു ഇല അങ്ങനത്തെ എന്തോ ഒരു സാധനം. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി നമുക്കുണ്ട്. മദ്യപിച്ചോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടോ നിങ്ങളെ ഈ ആക്രമിക്കുന്ന സ്വഭാവം വളരെ ക്രൂരമായിരുന്നു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. നമ്മൾ ഈ ബോയ്സിനെ ഇടിക്കുമ്പോ ബോയ്സിന്റെ അടുത്ത് നടക്കൂല മാനുവിന്റെ പരിപാടി, അതൊരു കാര്യം. അങ്ങനെയാണ് ഇടിക്കണം. നമുക്ക് നമ്മളൊരു സ്നേഹിക്കുന്ന ആളെ നമുക്ക് അങ്ങനെ തല്ലാൻ പറ്റൂല. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? മാനുവിനെ ഇടിക്കണ സമയത്ത് എന്തോ ഒരു പ്രഷർ കയറും. മാനു എന്റെ അടുത്ത് ഈ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, ഞാൻ തല്ലുമ്പോ ഞാനല്ല തല്ലുന്നത്, അത് എന്റെ ശരീരത്തെ എന്തോ ഒരു പ്രഷർ കയറും. ഒരുതരം ഡിപ്രഷൻ സൈക്കോസിസ്, വയലന്റ് ആണ് ടൈപ്പാ. ആ സമയത്ത് ഞാൻ സൗണ്ട് ആക്കുമ്പോ അധികം പ്രഷറും. നീ ആള് കൊള്ളാമല്ലോ. ഞാൻ തല്ലുമ്പോ നീ മിണ്ടാണ്ടിരുന്നാലെന്താ, നീ സൗണ്ട് ആക്കണോണ്ടല്ലേ ഞാൻ തല്ലണേ, നീ വാലിനാക്ക് എടുക്കണോണ്ടല്ലേ തല്ലണേ എന്ന് പറയും. ഏറ്റവും ക്രൂരമായി തല്ലിയ ദിവസം ഏതായിരുന്നു? പഠനക്കാട്. ഇത്രയും കാലം ഞാൻ സഹിച്ചതാ, ക്ഷമിച്ചതാ. റൂമിൽ വെച്ചിട്ട് എനിക്ക് എന്നെ അനക്കാൻ പറ്റാണ്ടാക്കിയിട്ടുണ്ട്. മുഖത്ത് ഒരു പാടായിട്ടുണ്ടായിരുന്നു. തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. ഞാൻ കട്ടിൽ അനങ്ങാൻ പറ്റാണ്ട് കിടന്നു. ഞാൻ എണീക്കുമ്പോ പിന്നെ തല്ലിയിടും. എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്, പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. ഓർക്കുമ്പോ സങ്കടം വന്നുണ്ട്. അല്ല, അങ്ങനൊന്നും ഒരു പെണ്ണിനെ ഒരാൾ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞ സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. ക്രിമിനൽ മൈൻഡാ. കുട്ടി എന്റെ കയ്യിലിരിക്കാലാണ് എന്റെ ഷോൾഡറിൽ ഇടിച്ച്, മീൻസ് ഇങ്ങനെ കുത്തി കുത്തി അടിക്കണേ. ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും. അപ്പൊ എന്റെ മോൻ അലറി, എന്നിട്ട് പോലും നിർത്തിയില്ല. ഒരു മോനോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ തല്ലൂല. മാനുവിന്റെ ക്യാരക്ടർ സ്വിച്ച് ഇട്ട പോലെ മാറുന്നത്. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ, അല്ലാണ്ടെന്താ പറയാ. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ, ഞെട്ടരുത്. ഈ ഒരു 2 കൊല്ലത്തിൽ ഞാൻ ഇത്ര അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 കൊല്ലത്തിൽ അവള് നല്ലോണം അനുഭവിച്ചിട്ടുണ്ടാവും. ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സാർ.